അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്നതിൽ തീരുമാനമെടുക്കാത്ത കോൺഗ്രസിനെതിരെ RSS നിലപാടില്ലാത്ത കോൺഗ്രസ് നേതൃത്വം ചാഞ്ചാടുകയാണെന്ന് മുതിർന്ന RSS പ്രചാരകനും പ്രജ്ഞാപ്രവാഹ് ദേശീയ സംയോജകനുമായ ജെ നന്ദകുമാർ അമൃത വാർത്തകളോട് പ്രതികരിച്ചു. രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ടുണ്ടായ മുഴുവൻ കുഴപ്പങ്ങൾക്കും ഉത്തരവാദി കോൺഗ്രസ് ആണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാജ്യത്തിനാകെ സന്തോഷകരമായ ദിനമാണ് അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനമായ ജനുവരി 22 എന്ന് പറഞ്ഞ ജെ നന്ദകുമാർ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാദിനം യഥാർത്ഥ സ്വാതന്ത്ര്യത്തിന്റെ പ്രഖ്യാപനമാണെന്ന് കൂട്ടിച്ചേർത്തു. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായ അതീവ ആഹ്ലാദകരമായ ഒരു മുഹൂർത്തമാണ് വരുന്നത്. മുഴുവൻ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം അത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യയശാസ്ത്രക്കാരെയോ മാത്രം ആനന്ദിപ്പിക്കുന്ന ഒരു സന്ദർഭമല്ല രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന മുഹൂർത്തം. ഇതൊരർത്ഥത്തിൽ ഭാരതത്തിൻ്റെ യഥാർത്ഥ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൻ്റെ ദിനമാണ്. കോൺഗ്രസിൽ എക്കാലവും രണ്ട് അഭിപ്രായക്കാരുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. രാമക്ഷേത്രത്തിന്റെ കാര്യത്തിൽ കോൺഗ്രസ് നിലപാട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ കാരണമായി എന്നും ജെ നന്ദകുമാർ പറഞ്ഞു. കോൺഗ്രസിൻ്റെ ഉള്ളിലെ ദേശീയ പക്ഷം, കോൺഗ്രസിൻ്റെ ഉള്ളിൽ എന്നും രണ്ട് പക്ഷങ്ങളുണ്ടായിരുന്നു. അതിൽ ഒരു വിഭാഗം തങ്ങൾ വളരെ പുരോഗമനവാദികളാണ് എന്ന് സ്വയം അഭിമാനിച്ചുകൊണ്ട് രാഷ്ട്രത്തെ പിന്നോട്ട് വലിച്ചവരാണ്. അവരാണ് നെഹ്റുവിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം. പ്രശ്നം പരിഹരിക്കാൻ കിട്ടിയ നിരവധി അവസരങ്ങൾ കോൺഗ്രസ് പാഴാക്കിയെന്നും അദ്ദേഹം വിശദീകരിച്ചു. അന്നു മുതലേ കോൺഗ്രസ് എടുത്ത ഒരു നിലപാട് ഇങ്ങനെയാണ്. നിഷ്പ്രയാസം പരിഹരിക്കപ്പെടാമായിരുന്ന രാമജന്മഭൂമി പ്രശ്നം അത് വലിച്ചു നീട്ടി രാഷ്ട്രീയവൽക്കരിച്ച് ഇത്രയേറെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചത് കോൺഗ്രസ് ഒന്ന് മാത്രമാണ്. ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാത്തവരാണ് കോൺഗ്രസുകാർ എന്ന് പറഞ്ഞ ജെ നന്ദകുമാർ കോൺഗ്രസിന് ചെയ്തുപോയ തെറ്റുകൾക്ക് പ്രായശ്ചിത്തം ചെയ്യാനുള്ള അവസരമാണ് ജനുവരി 22 എന്ന് വ്യക്തമാക്കി. രാമക്ഷേത്രത്തിന്റെ പേരിൽ നടന്ന എല്ലാ കുഴപ്പങ്ങൾക്കും കാരണം കോൺഗ്രസ് ആണെന്ന് അദ്ദേഹം ആരോപിച്ചു. ചെയ്തുപോയ തെറ്റുകളുടെ പ്രായശ്ചിത്തം ചെയ്യാനൊരവസരമാണിത്. ചുരുങ്ങിയ പക്ഷം പ്രായശ്ചിത്തത്തിൻ്റെ അവസരമാണ്. തങ്ങളുടെ പിടിപ്പുകേട് കൊണ്ട്, തങ്ങളുടെ ദൃഷ്ടിദോഷം കൊണ്ട്, ദൃഷ്ടി ഇല്ലാത്തതിൻ്റെ ഫലമായി സംഭവിച്ച കലാപങ്ങൾ, ഭാരതത്തിൽ ഇതിൻ്റെ പേരിൽ നടന്നിട്ടുണ്ട് എന്ന് പറയാവുന്ന കുഴപ്പങ്ങൾക്ക് മുഴുവൻ കാരണം കോൺഗ്രസ് നേതൃത്വമാണ്. കമ്മ്യൂണിസ്റ്റ് ഇസ്ലാമിക പ്രേരണയോടുകൂടി നടത്തിയ പ്രവർത്തനങ്ങളാണ് ഇതിന് മുഴുവൻ കാരണം. നിലപാടില്ലാത്ത കോൺഗ്രസ് നേതൃത്വം ചാഞ്ചാടുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഈ നിലപാടില്ലാത്ത കോൺഗ്രസ് നേതൃത്വവും സ്വന്തം ഒരു നിലപാട് KM മുൻഷിക്കുണ്ടായിരുന്ന ആ നിലപാടായിരുന്നു. രാജേന്ദ്ര പ്രസാദിനുണ്ടായിരുന്നത് ആ നട്ടല്ലായിരുന്നു. സർദാർ പട്ടേലിനുണ്ടായിരുന്നത് ആ പ്രത്യേക സ്ഥൈര്യമായിരുന്നു. ആ സ്ഥൈര്യമോ നട്ടല്ലോ ചങ്കൂറ്റമോ നിലപാടോ ഇല്ലാത്ത കോൺഗ്രസ് നേതൃത്വം ചാഞ്ചാടുകയാണ്. ഈ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ഇസ്ലാമിക മതമൗലികവാദികളെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി ചെയ്യുന്ന ഈ അപകടം അവർ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതൃത്വത്തിൻ്റെ തലയിലും അത് സ്വാധീനം ചെലുത്താൻ ശ്രമിക്കുന്ന വളരെ ദയനീയമായ കാഴ്ചയാണ് നമുക്കത് കാണാൻ കഴിയുന്നത്. ആദർശ് തുളസീധരൻ, അമൃത ന്യൂസ്, ന്യൂഡൽഹി.